ഏകദിനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ റൺവേട്ടക്കാരനായി രോഹിത് ശർമ്മ മാറി. 308 ഏകദിനങ്ങളിൽ നിന്ന് 11,221 റൺസ് നേടിയ സൗരവ് ഗാംഗുലിയെ മറികടക്കാൻ 38-കാരനായ വലങ്കയ്യൻ ബാറ്റ്സ്മാൻ 46 റൺസ് കൂടി മതിയായിരുന്നു. 21-ാം ഓവറിൽ അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചു. ഓപ്പണർ എന്ന നിലയിൽ ഏകദിനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ കളിക്കാരനായി ഗാംഗുലിയെയും മറികടന്ന് അദ്ദേഹം മാറി. ഓസ്ട്രേലിയയിൽ ഇന്ത്യ-ഓസ്ട്രേലിയ ഏകദിന മത്സരങ്ങളിൽ 1000 റൺസ് നേടുന്ന ആദ്യ ബാറ്റ്സ്മാനും രോഹിത്താണ്. ഇന്ത്യക്കായി ഇതുവരെ 275 ഏകദിനങ്ങൾ കളിച്ച രോഹിത് ശർമ്മ 48.69 ശരാശരിയിൽ 11,249 റൺസ് നേടിയിട്ടുണ്ട്. ഇതിൽ 3 ഇരട്ട സെഞ്ചുറികളും 32 സെഞ്ചുറികളും 59 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സ്കോർ 264 ആയിരുന്നു. ഇന്ത്യക്കായി 308 ഏകദിന മത്സരങ്ങൾ കളിച്ച സൗരവ് ഗാംഗുലി 40.95 ശരാശരിയിൽ 11,221 റൺസ് നേടിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനാണ് സച്ചിൻ തെണ്ടുൽക്കർ, 18,426 റൺസ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി 14,181 റൺസ് നേടിയ വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്തുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറിന് 49 സെഞ്ചുറികളാണ്. വിരാട് കോഹ്ലിക്കാണെങ്കിൽ 51 സെഞ്ചുറികളും. നിലവിൽ ഏകദിന ക്രിക്കറ്റിൽ രോഹിത് ശർമ്മക്ക് 32 സെഞ്ചുറികളുണ്ട്. അഡലൈഡ് ഓവലിൽ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ രോഹിത് ശർമ്മ 4കളും 6കളും പറത്തി ആരാധകരെ രസിപ്പിച്ചു. 97 പന്തിൽ നിന്ന് 73 റൺസ് നേടി രോഹിത് ശർമ്മ നിലവിൽ പുറത്തായിരിക്കുന്നു. ഈ കാലയളവിൽ ഹിറ്റ്മാൻ 7 4കളും 2 6കളും നേടി.